ഹായ് ഫ്രണ്ട്സ്, സീമാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു പുഡിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുക, അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നിൽക്കുക. പിന്നെ ഒരു ട്രേ ഏതെങ്കിലും ഒരു ബൗളൊക്കെ എടുക്കുക. എന്നിട്ട് ആദ്യം അതിലേക്ക് കുറച്ച് പഞ്ചസാര ലൈൻ ഒഴിക്കുക കേട്ടോ. കാരണം അപ്പോൾ ബ്രെഡുമ്മ പെട്ടെന്ന് പിടിച്ചോളും. അത് നമ്മൾ സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അതായത് ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഈ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യണ വീഡിയോയ്ക്ക് ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കി വന്നപ്പോൾ ഞാൻ വിചാരിച്ച് ബ്രെഡ് കൊണ്ട് നമുക്ക് പുഡിങ് ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അത് കറക്റ്റായിട്ട് വിപ്പിംഗ് ക്രീം തേച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലേ, അത് കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതറി. കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. ഇനിയിപ്പോൾ ഇത് വൈറ്റ് ചോക്ലേറ്റിന് ഗണേഷ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് വെതറി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലെയർ ബ്രെഡും വെച്ചു. വീണ്ടും ഷുഗറിൻ്റെ സിറപ്പ് ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും മറ്റേ വിപ്പിംഗ് ക്രീം തേച്ചിട്ട് അതിൻ്റെ മുകളിൽ എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് ഗണേഷുകളുണ്ട്, ചുവപ്പ് കളറും അതുപോലെ മറ്റേ ഡാർക്ക് കളറും നമ്മുടെ ചോക്ലേറ്റിൻ്റെ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ ചെയ്യണം കേട്ടോ. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ക്രീം തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അതെന്നെ ഞാൻ രണ്ട് കളറിലും അങ്ങോട്ട് കൊടുത്തു കേട്ടോ. അത് കൊടുത്തിട്ട് അത് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് ഞാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വരച്ച് കൊടുക്കും. നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതായത് നമ്മൾ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ഇതൊക്കെ വരച്ച് ആ ഒരു ടൂത്ത് പിക്കിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിക്ക് ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കുമ്പോൾ ഒരു ഡിസൈൻ വരണ കേട്ടോ. അത് നല്ല ഭംഗിയാട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റും പൊടിച്ചത് ചോക്ലേറ്റ് ഇങ്ങനെ ചീകിയതും കുറച്ച് വെതറിയിട്ട് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ പെട്ടെന്ന് ശരിയാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിൽ വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒരു അരമണിക്കൂർ. എന്നിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ ഇപ്പോൾ കേക്കിന് പകരം ഇതിങ്ങനെ ബ്രെഡ് കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റായിരിക്കും. കാരണം നന്നായി വായയിൽ വയ്ക്കുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അടിപൊളി ബ്രെഡ് പുഡിങ്ങാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്നും ട്രൈ ചെയ്യും.